എന്റെ പൊന്ന് ചേട്ടാ, വിഷമമുള്ളതുകൊണ്ട് പറയാം. ലാളിച്ചും കൊഞ്ചിച്ചൊക്കെ വളർത്തുന്നവര് ഇത് കേൾക്കണം. നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഞാൻ എന്ത് വാങ്ങിച്ചാലും ഞാനും എന്റെ ഭാര്യയും കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. ഒരു ദിവസം ഒരൊറ്റ രാത്രിയിൽ ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ വന്ന് ആ ഇരുട്ടത്ത് നിന്ന് വിളിച്ച്, അവ 2-3 വിളിച്ച് ഇതെല്ലാം വിളിച്ചതെല്ലാം അവളെ അകത്ത് കേട്ടോണ്ടിരുന്നിട്ട് ഞാനും എന്റെ ഭാര്യ ഇവിടെ ഇരിക്കവേ ഞങ്ങളുടെ നടുക്കൂടെ ഇറങ്ങിപ്പോയി. ശരി പോ, നീ ഒരു പരിചയമില്ലാത്തവന്റെ കൂടെ നീ പോയിട്ട് അതോടുകൂടി ശല്യം ഒഴിയോന്നില്ലേ. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇതാ വീണ്ടും വന്ന് 3 കുട്ടികളായി. ഇങ്ങനെ ഉള്ളതൊക്കെ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ കയറി നോക്കിയിട്ട് പോയി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നറിയാമോ? മനസ്സിലായോ? എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നറിയാമോ? നടുക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ചോദിക്കുക നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എനിവേ നമുക്ക് ബാക്കിയാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാമോ? ഉള്ളിൽ ഇഷ്ടം മറച്ചു പിടിച്ച എൻ്റെ പ്രപ്പോസലാണ്. അവന് ഇഷ്ടമുണ്ട്, ഇവക്കും ഇഷ്ടമുണ്ട്. പ്രപ്പോസ് ചെയ്യുന്ന രീതിയാണ് വിറ്റ് അടിച്ച് തള്ളിയിട്ടിട്ട് ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതോ പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ട് പോയി, അതിന്റെ മ്യൂസിക്. ഇവിടേക്ക് കരഞ്ഞു എന്റെ പെണ്ണ്. ശരി എന്തോന്നുണ്ട്. എന്നിട്ടാണ് അവളെ അടിച്ചു നിലത്ത് ചപ്പാത്തിയൊക്കെ ഇട്ടേക്കുന്നത്. എങ്ങനെ പ്രപ്പോസൽ ഇതൊരു വെറൈറ്റി പ്രപ്പോസൽ. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അവരുടെ സ്പിരിറ്റോട് താങ്കൾക്ക് സ്പിരിറ്റ് ഒന്നുമില്ലല്ലോ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയുണ്ട്. എൻ്റെ പൊന്ന് സാറ്, ഓഫ് ഏത് ആക്ടിങ് നെക്സ്റ്റ് ലെവല്. എക്സ്പ്രഷനൊക്കെ കണ്ട എക്സ്പ്രഷന് അത് വാരി എറിയാണ് എക്സ്പ്രഷൻ. അതുപോലും മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നത്. മതി ഇത്ര വയസ്സായവർ പോലും സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നത്. പക്ഷെ നമ്മളൊരിക്കലും ഫസ്റ്റ് ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യരുത്. അയാളെ കുറിച്ച് അതായത് അയാളെ ഒരൊറ്റ ലുക്കിലെ വിലയിരുത്തരുത്. സോ ഞാനത് വിലയിരുത്തിയില്ല. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനാണ്. സോ നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത വീഡിയോ ആണ്. എക്സ്പ്രഷൻ കാണാം. ഇതിൽ ഏതാണ്ട് കണ്ണിലെന്തോ പൊടി പോയിട്ട് അതിൻ്റെ ഇടയിൽ തുമ്മല് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. അതെ, സത്യം. ഇതൊക്കെ കാണുന്നതിന് ഭേദം ഇല്ലാണ്ടാവുന്ന എന്ത് കാര്യം. ഒരു വരി മുളക് കണ്ണി വാരി തരേണ്ട എക്സ്പ്രഷനാണ്. ഇതാണ് എക്സ്പ്രഷൻ. ഉള്ളിന്ന് വരട്ടെ. ഇനി എന്തായാലും വരും. നമുക്ക് അടുത്ത വീഡിയോ പോവാം. നോക്കൂ, ഇതിന്റെ പേരെന്തെന്ന് അറിയാമോ? ഇല്ല, ഇത് മറ്റേ ഇതില്ലേ, എന്താ പറയുക, ഇതിൽ ക്യാപിച്ചിനോ. ഓ മൈ ഗോഡ്.
തെറ്റിപ്പോയി ഗൈസ്. കണ്ടിട്ട് എനിക്ക് പിടി കിട്ടിയില്ല ഗൈസ്. ഇത് ഈ ഗ്ലാസ്സിൽ ഇലയും അതും ഇതൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് എൻ്റെ ചിന്ത അങ്ങ് വേറെ എവിടെയായി പോയി. ഇത് കട്ടൻ ചായ ഇല്ല, കട്ടൻ ചായ ആയിരുന്നു. ഷോ എനിക്ക് കിട്ടിയില്ല. ഷോ വെരി സിമ്പിളായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാനാ? ഇത് ഞാനൊന്ന് കുടിച്ചു നോക്കാം. അതിൻ്റെ ഇടയിൽ കണ്ണൊക്കെ മേലോട്ടൊക്കെ പോകുന്നുണ്ട്. ചായനെയാണോ കുടിക്കുന്നത് അല്ലെങ്കിൽ വേറെ വല്ല കലക്കിയോ അതിനകത്തുള്ള ആർക്കറിയാം. വെരി ടേസ്റ്റി. ആരും കൊതിവെക്കല്ലേ? അയ്യോ കട്ടൻ ചായ എനിക്ക് എന്നെ ഉണ്ടാക്കുകയുള്ളൂ, അതിനിപ്പോൾ കൊതി വിടേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടൻ ചായ കടിച്ചു നിന്ന ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇനി ചിലപ്പോൾ വല്ല സൈഡ് ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഇട്ട് ഒന്നും കൂടെ കാണാം. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വേറെ വായിട്ടോ. നോക്കൂ, ഇതിന്റെ പേരെന്തെന്ന് അറിയാമോ? ക്യാറ്റ് ചായ. ഇത് ഞാനൊന്ന് കുടിച്ചു നോക്കാം. ഇല്ലല്ലോ, ഇല്ല, വായിലൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടെന്താ? ചിലപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലിങ്ങനെ ഫീലിങ്ങിനെ ഉണർന്നു വരികയായിരിക്കും. വെരി ടേസ്റ്റി. ആരും കൊതിവെക്കല്ലേ? ഇല്ല. ലാസ്റ്റത്തെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന പലരും, ഇയാൾ മാത്രമല്ല പലരും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ തമാശ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പൊട്ടനായി കളിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ പലരും കാണുന്നുണ്ട്. നമ്മളപ്പോൾ ഇവർ ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ്, അതായത് റിയൽ ലൈഫിലും അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെയാണ് നമ്മൾ മണ്ടന്മാരാവുന്നത്. കാരണം ഇവരുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ആറാട്ടണ്ണൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ അതിനകത്ത് ഭയങ്കര ഇംഗ്ലീഷും ഭയങ്കര നോളേജൊക്കെ ഉള്ള ആളായിട്ടാണ് വർത്തമാനം പറയും. കാരണം പുള്ളിക്കാരൻ നല്ല എന്താ പറയുക നോളേജുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക അയാൾ അങ്ങനെ ഇങ്ങനെ കളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അയാൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ അയാൾ എന്താണെന്നുള്ളതാണ്, അതായത് ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരൊറ്റ കാരണം. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ.